നീ എന്തിനിപ്പോ കൈ പൊക്കിയേ? ചൊറിയാൻ വേണ്ടിട്ട് കൈ പൊക്കണ്ടാട്ടാ. ഔട്ടാ ഔട്ടാ പറ്റില്ല. എന്നെ എൻകറേജ് ചെയ്യുന്നോളെ. തീർച്ചയായും ഓക്കെ. Sorry, it's all right. അതൊക്കെ നിന്റെ അപ്പന്റെ സ്വഭാവല്ലേ? മഞ്ചാടി തീനിയൊതുക്കിയ പൂവാലി കിളിപ്പാടി സോറി, വെരി വെരി സോറി. ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല, ഇങ്ങോട്ട് യാത്ര പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അയ്യോ, നിങ്ങൾ ഊട്ടിക്കാണ്ട് 1-2 പ്രത്യേക സ്ഥലങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അത് കാണാൻ പോവാ. സ്ഥലം കൂടി കയറിട്ടെ, അങ്ങോട്ട് കയറിട്ടെ. ഹണിമൂൺ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹണിമൂൺ ഫോറസ്റ്റ് നല്ല കാട് ഊറ്റാക്കൂരി. അങ്ങോട്ട് കയറിട്ടെ 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 കിടക്കട്ടെ. സരി 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 സരി. ആ പോവാ. ഞാൻ കയറില്ല. അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ്മാനായിരുന്നു. ഇപ്പെല്ലാം പൊട്ടി പൊളിഞ്ഞ് താറുമാറായിപ്പോയി. പക്ഷേ സീസണായില്ല. അതാ കുതിര 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 കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മളെ നാട്ടിലെ കുതിരയല്ല, കോഴിക്കുതിര എന്ന് പറയും. വളരെ ഷോർട്ടായിരിക്കും. ഷോർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീള്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ട, പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് 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 കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, നിർത്ത്. ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട് ഇന്നിറങ്ങാം. സൂക്ഷിച്ച, ഞാൻ കൈ പിടിക്കാം. വേണ്ടല്ലേ? കല്ല് സാറ് അതിലിറങ്ങി സാറേ. വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത്. അങ്ങനെ ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വസ്ഥലവും എനിക്കറിയാവുന്നല്ലേ. ബോട്ടാനിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാത്? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട്
അന്നേയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവൾ അപ്പൊ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ലു കുളിച്ചിട്ട് വാ. ചെല്ലേ. ആ നിക്ക് പാഞ്ചാലി പാറ. ദേ ഒറ്റ കല്ലിലെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ദേ ഇങ്ങനെ വരരുത്. കണ്ട എന്റെ കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ആ നിന്റെ നടുവിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ടിപ്പുറത്തേ ഇയാള് പോയില്ലേ? എന്തേ? ദേ അന്നേ നിന്നിപ്പോ എന്തിനെങ്കിലും കെട്ടിയിരുത്തേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്. കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇവരെവിടേക്ക് പോയേ? ഓ നിനക്കിപ്പോ സമാധാനമായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാൻ അറിയാം? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ വരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആ ഒറ്റ അടിച്ചല്ലോ. എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ രക്ഷപ്പെട്ടു. ഇത് ആന്റിക്കാ. ആന്റി തിന്നോ? ആന്റി പിന്നെ കഴിച്ചോളും. മോൻ പൊയ്ക്കോ. ഹൈ ഈ മണം മാത്രം മതി, എന്ത് വേണേലും കഴിക്കാം. എടി അന്നെ അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. ദാ പോസ്റ്റൽ കട്ട്ലറ്റ്. ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്റെ മക്കളെ പ്രാർത്ഥിച്ചോട്ടെ. ഗ്രാൻഡ്, വണ്ടർഫുൾ. കഴിച്ചു നോക്ക്. നല്ല പന്നിനെങ്കിലും ഉണ്ടാക്കിയതാ. എടുക്കണം. കുക്കിംഗ് കൊടുത്ത ഇന്നല്ലെങ്കിൽ തുടങ്ങിയാലോ? വേണ്ടടി അന്നെ, നല്ല മുഹൂർത്തം നോക്കി രാഹുകാലത്തിന് തുടങ്ങാം. ആ അത് ശരിയാ. ഞാൻ എന്റെ അന്നയെ പുകഴ്ത്തി പറയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മാസം തികയുന്ന ദിവസം എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. അല്ലേ എന്ത് പാവാന്നറിയത്? അന്ന് ഈ പോസ്റ്റൽ കട്ട്ലേറ്റ് എന്റെ ജ്യേഷ്ഠന് കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും കാലുകുത്തിയിട്ടില്ല. അവളിത് പന്നിനെയിലല്ല പട്ടിനെയിൽ ഉണ്ടാക്കി തരും. മോന് വേണ്ടെങ്കിൽ അത് തുപ്പിക്കളാ. മക്കളെ, പിന്നെ വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൽ വന്നില്ല കേട്ടോ. അവളിനി എന്തൊക്കെയാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടേ? ഏയ് ഒന്നുമില്ലടേ. അത്താഴപ്പട്ടിണിയായി. പുറത്തൊന്നും എല്ലാം കഴിച്ചാൽ മതിയായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും നന്നായിരുന്നു. നാശം, ആ പോസ്റ്റൽ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് നാക്കിന്ന് മാറുന്നില്ല. എന്തിനാ ചാടിച്ചാടി കഴിച്ചേ? ആ ഇതിപ്പോ ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? കട്ട്ലേറ്റ് കടിച്ചപ്പോ എക്സ്പ്രഷൻ കാണായിരുന്നു. അതങ്ങ് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ? പിടിച്ച് കടിച്ച് ചത്തു കൂടും. എടി എന്നെ ഇങ്ങോട്ട് വരാൻ. എന്താ അന്നെ ഇവിടെ വരാൻ. എന്താ ഉണ്ടായി? എനിക്കിപ്പോ രണ്ടാണെന്ന് പറയണം. വാറ കൊടുക്കുന്ന അവനോ ഞാനോ? കാര്യം പറ. എന്തായാലും വവ്വാല് വവ്വാല്. ആന ഇവിടെ തോക്ക പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഒന്നും വേണ്ട. എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറയായി. ശനിയാഴ്ച തണുപ്പത്തിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചിട്ടില്ല. ഞാനും കൂടെ വരാം. വേണ്ട, താനോട് നിൽക്ക്. എന്തിട്ട് പേടിയാവും. എന്തേ? ശ്രീരാമനോട് വന്നേ. ഒന്നും ഉണ്ടായിട്ടില്ല. തനിക്കൊരു കൂട്ട്. കണ്ണൂടെ വിചാരിക്കുന്നു. ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോവാണോ? ആ നിങ്ങളിവിടെ നിൽക്ക്. ഞങ്ങൾ അങ്ങനെ പോവാണ് ഇതിന്. മക്കളെ പ്രാർത്ഥിക്കട്ടാ. ഇതിനു മുമ്പ് നിൽക്കാനും കൊന്നിട്ടുണ്ടോ ചങ്ങാതി?
ആ ആ. പേടിച്ചു തുടങ്ങി. എവിടെയാണ് അവൻ? ആര്? എന്റെ അളിയനാ. വവ്വാൽ. അതെവിടെയെന്ന് നോക്കാൻ. ആ? പട്ടിയുടെ മോനെ. എടാ അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണത്. നീ എവിടെ? പോവാൻ എവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക്, ദേ വരുന്നു, ദേ വരുന്നു. മിസ്സാ? ആരാ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? വാടക വീട്ടിൽ കയറിയിട്ടാണ് ചേട്ടവൻ. അടിക്ക് എവിടെ? അയ്യോ തലേന്ന് മുമ്പിനെ തൊപ്പി ഊരി. അന്നലെ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിന്നെ കൊണ്ടുവരുന്ന കാര്യം എനിക്കില്ല. നീ അടിക്ക. ലൈറ്റ് കളഞ്ഞു. അതിന് ഞാൻ അടിക്കടോ. മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരുടെ മിസ്? ഇതെന്താ എന്റെ നെഞ്ചിക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നു. അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈ പറഞ്ഞ ഒന്നും പറഞ്ഞു അങ്ങോട്ട് വടിയതേ. ഇതാ വരുന്ന പോയത്. പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. വരുന്നു. നീ വരുന്നു. അതെ, എനിക്കൊരു കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? ബൊബാലി ചത്തു. ബൊബാലി ചത്തു. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാം. അന്നോട് ഇരിക്കട്ടാ. ക്യാമറ. ഇതിനെന്താ വില? നിക്കടോടെ എന്താ വില ഇതിന്? 350 റുപ്യ. ഈ പഴയ ക്യാമറക്ക്. അതെ, പുതിയ 1000 റുപ്യ കൊടുക്കണ്ടേ? ഇതിന് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും കൊടുക്കാം. ഇതിലോ? അതെ. അപ്പൊ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടല്ല കളറും കിട്ടൂല. താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ. എനിക്കങ്ങനെ തർക്കിച്ചിക്കാൻ നേരല്ല. അതെന്താ തനിക്ക് ബാങ്കിൽ വല്ല പണി? ബാങ്കിലെ പോലെയല്ല, ഇത് മാത്രല്ല അനവധി സാധനങ്ങൾ വേറെയും കൊണ്ട് വിൽക്കാനുള്ളതാ. ഇതുപോലൊരു ക്യാമറ എന്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ഇവിടെ നിൽക്കേ. ഇതിന് ശരിയായിട്ടുള്ള വില എന്താ? 300 റുപ്യ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 250 രൂപ വരട്ടെ. ഇതിന്റെ പകുതി തരാം. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ പകുതി ഇതായോ? ക്യാമറ കൊണ്ടോട്ട് വേറെ പണിയുണ്ട് ഇവിടെ. ക്യാമറ നിക്ക് 5 പേരെ എണ്ണുന്നതിനകത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരും. വണ്ടി കേറിയ പിന്നെ ഞാൻ ഇറങ്ങില്ല. ഇറങ്ങണ്ട. അല്ല, ഈ 5 എന്നുള്ളത് 10 പേരാക്കിക്കൂടെ? അപ്പൊ വെറുതെ അല്ല, ഇടയ്ക്ക് വേറെ ആരും വന്നാലോ? 1 2. ഹലോ, എന്നെ വിളിച്ചു. ക്യാമറ. എന്നെ വിളിച്ചു വന്ന്. ആര്? ഞാൻ ക്യാമറ വിളിച്ചതാ. ഹലോ, ആർക്കും വാങ്ങ, ആർക്കും വാങ്ങ. ഹലോ സാറേ, എന്താ? നഷ്ടാണ്, എന്നാലും വേണ്ടില്ല, കാശ് കൊടു. ഈ ക്യാമറയുടെ കവർ അവിടെ പോയി. കവറോ? മുങ്ങിക്കിട്ട സാധനത്തിന് കവറും കോപ്പൊക്കെ ഉണ്ടാവോ? മുങ്ങിക്കിട്ട് പിന്നല്ലാതെ കസ്റ്റംസിനെ കണ്ട് കള്ളക്കടത്തിന് കടലിൽ താത്ത സാധനമാണിത്. ഞാൻ ഇതിന് കവർ എടുത്തു കൊടുക്കാൻ. അന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്യാമറ തന്നെ കിട്ടി. എന്താ ഈ ഊട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ക്യാമറ വളരെ ചീപ്പാണ്. പിള്ളേര് കിടന്ന് ബഹളം. ഇതെന്താ പട്ടിണി ഇരുന്ന് വന്നതാ? കോഴി ആദ്യമായിട്ട് ഇവിടെ കാണുന്നു. എന്തിനു കിട ചാടണേ? നിനക്ക് ഉറുമ്പ് പിടിക്കില്ല. നിന്റെ കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ കോഴി ചാവും. ഒന്ന് മയറ്റി വെട്ടണം. വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആദ്യം നീ പേടിയുണ്ടോ? പേടി എന്തിനാ? അല്ല, ആദ്യം നീ വെച്ച് പിന്നെ ഞാൻ വെച്ച വെട്ടിയേച്ചാ മതി. ഒരു കോഴിയെ കൊല്ലുന്ന കാര്യം. കോഴി ഒന്ന് ആത്മഹത്യ ചെയ്താൽ മതി. പറ്റി? ഈ
കോഴിയല്ല എന്നോട് ഇങ്ങനെ പെരുമാറണേ. കോഴി പെരുമാറുകയെ അങ്ങളെ ആ. ഈ കോഴിയെ വെട്ടുന്നൊക്കെ എത്ര വലിയൊരു പ്രശ്നമാക്കാൻ പാടണ്ട. സ്ഥിരമ വെട്ടാൻ പറ്റും. ഇങ്ങോട്ട് അത് തന്നെ എടുക്കണേ ഇവനെ ഞാൻ കുന്നംകുളത്ത് കല്യാണത്തിന് കോഴിനെ വെട്ടാൻ കൊണ്ടുപോയി. കത്തിക്ക് മൂർച്ചുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വെള്ളം വെച്ചോട്ടെ. ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഇതല്ല പണി മോനെ, അത് തള്ളക്ക് മനസ്സിലായിട്ടില്ല. ആ നാളെ കോഴിനും ഒരു പോർക്കും ഒരു ആനക്കുട്ടിനും മേടിച്ചാണ്ട് തരാം. പിന്നാലെ ഓരോരുത്തരന്മാര് നടക്കുക. ആ വന്നോക്ക്. ആന്റി ഇവിടെ ഇരിക്കുക. അത്താണ് റെഡി. കുരുമുളകൊക്കെ ഇട്ട് നല്ല എണ്ണയിൽ അസലായിട്ട് വറുത്ത് ചുവന്ന് കാണാൻ തന്നെ എന്ത് രസാണെന്നറിയോ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. വേണ്ടേ? എനിക്ക് നല്ല സുഖമില്ല. എല്ലാരും അവിടെ കാത്തിരിക്കുക. ഞാൻ മരുന്നില്ലെന്ന് പറയേ. എന്താ പ്രശ്നം? ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. സുഖമില്ല. വേണമെങ്കിൽ വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ പോവാ. ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്താ ഈ മൂഡ് ഔട്ടിന് കാരണം? ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കഴിക്കേ. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല.